സാർ, സാറിന് തരാൻ വേണ്ടി ഇപ്പൊ ഒരാൾ കൊണ്ട് തന്നാ. ഇത് ബോംബൊന്നും അല്ലല്ലോ. ക്രിസ്തുദേവനെ പോലെ, കൃഷ്ണ ഭഗവാനെ പോലെ, മുഹമ്മദ് നബിയെ പോലെ ആദർശശാലിയായ കേവലം ഒരു നിസ്സാര മനുഷ്യൻ. അജ്ഞാതനായ ആ സുഹൃത്തിന് ആയുസ്സും ആരോഗ്യവും നേർന്നുകൊണ്ട് ആ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ഈ സമൂഹ വിവാഹം ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട മന്ത്രി, നിങ്ങൾ ആയുസ്സും ആരോഗ്യം നേർന്നത് നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ്. നിങ്ങൾ പുകഴ്ത്തിയതും നമസ്കരിച്ചതും നിങ്ങളെ തന്നെയാണ്. നിങ്ങൾ ഗോപുരം ചിട്ടി ഫണ്ട്സിൽ നിക്ഷേപിച്ച കള്ളപ്പണം എടുത്താണ് ആ സമൂഹ വിവാഹത്തിന് സംഭാവന നൽകിയത്. കള്ളപ്പണത്തിനെതിരെ വാതോരാതെ പ്രസംഗിക്കുന്ന അല്ലയോ മന്ത്രി, നിങ്ങൾക്ക് സന്തോഷിക്കാം. നിങ്ങളുടെ പണം കുറെ പേർക്ക് ജീവിതം നൽകിയെന്ന്. എനിക്ക് 2 ഗ്ലാസ് വെള്ളം കൂടി വേണം. താൻ ആദ്യം സമാധാനിക്കടോ. എത്ര വെള്ളം കുടിച്ചു കൂട്ടുന്നേ? എങ്ങനെ സമാധാനിക്കാന്ന്? അപ്പന അപ്പാപ്പന്മാരായിട്ട് ഉണ്ടാക്കിയ പേര് നമ്മൾ കളഞ്ഞില്ലേ? എന്നാലും തനിക്കിങ്ങനെ പറ്റിയല്ലോ എന്ന് ആലോചിക്കുമ്പോഴാ. ഇങ്ങനെ പറ്റിയെന്ന് പറഞ്ഞാ ഇപ്പൊ നമ്മള് 2 ആളിങ്ങനെ നിക്കണു. നെയ്യെ എന്റെ പിന്നിൽ വന്നിട്ട് എന്റെ തല കൊയ്യെന്ന് വിശ്വസിക്കാൻ പറ്റുമോ? അവനെ കണ്ടാൽ തോന്നില്ലെന്നേ. ആ നോട്ടം, ആ ഭാവം, ആ സംസാരം നല്ല സ്റ്റൈലിന്ന് ബാങ്കിന്റെ മുമ്പിൽ വെച്ചിട്ട് ആ സർക്കിൾ ഇൻസ്പെക്ടർ തടഞ്ഞു. നമ്മള് 2 കൈ നീട്ടി കൊണ്ടുവരണ്ടായി. ആ സർക്കിളിന് ഒതുക്കാൻ എന്തായാലും ഇത് ഉപകരിക്കും. ഈ സംഭവം വെച്ചുകൊണ്ട് ഞാൻ അയാളൊരു പാഠം പഠിപ്പിക്കും. വെള്ളം എനിക്ക് 2 ഗ്ലാസ് വെള്ളം കൂടി വേണം. സെക്ടർ നമ്പർ 5 ഏതോ വീട്ടിലാണ് അവന്റെ താമസം. സാർ, ഏത് വീടാണെന്ന് കൃത്യമായിട്ട് അറിയില്ല. അതുകൊണ്ട് ആ ഏരിയയിലുള്ള കംപ്ലീറ്റ് വീട് സെർച്ച് ചെയ്യണം. സാർ, ആരെയെങ്കിലും സംശയം തോന്നിയാൽ അവരെ പിടിച്ച് ക്വസ്റ്റ്യൻ ചെയ്യണം. എന്തെങ്കിലും വിവരം കിട്ടിയാൽ സ്റ്റേഷനിലേക്ക് വിളിച്ചു പറ. ഓക്കെ സാർ. കടപ്പുറത്ത് എത്തി പോലീസ്. എല്ലാ കുടിലുകളിലും നിങ്ങളെ തെരഞ്ഞു. അവസാനം അങ്ങാടിയിൽ അഹമ്മദ് ക പാർട്ടി ഓഫീസിൽ ചെന്ന് കാര്യം പറഞ്ഞപ്പോഴാ പോലീസിന്റെ ശല്യം തീർന്നത്. നിങ്ങളെ സ്ഥാനത്ത് നമ്മളായിരുന്നെങ്കിൽ ഇപ്പൊ പേടിച്ച് ചത്തേനെ. ആരെ പേടിക്കാനാ ജമാലെ? എനിക്ക് വേണ്ടി ഞാനൊന്നും ചെയ്യുന്നില്ലല്ലോ. അഗതികൾക്ക് വേണ്ടി അധ്വാനിക്കുന്നവൻ ദൈവമാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവനെ പോലെയാണെന്നാണ് മുഹമ്മദ് നബി പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ഒരു കാര്യം പിടികിട്ടി. എന്താ? നിങ്ങൾ മുസ്ലിം തന്നെ. നബിയുടെ കാര്യം പറഞ്ഞുകൊണ്ടാണോ? എങ്കിൽ ഭഗവത്ഗീതയിലെ 3-4 ശ്ലോകങ്ങൾ ചൊല്ലിത്തരട്ടെ. അല്ലോ വേണ്ട, അതൊന്നും മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്കില്ല. പോലീസ് ഇവിടെ പണിയെടുക്കുന്ന തള്ളയല്ലത്. എടുത്തോട്ടോക്ക്. ഇവിടെ എങ്ങനെ എത്തി? വേണോന്ന് വെച്ചാൽ എവിടെ എത്താൻ പറ്റാത്തത്? ഞാൻ ഇങ്ങോട്ട് പോന്നിട്ടുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞോ? പറഞ്ഞു. ആര്? എന്റെ മനസ്സ്. അതിശയം തന്നെ കേട്ടോ. ഒന്ന് കണ്ടെങ്കിലെന്ന് ഞാൻ വിചാരിച്ചേ ഉള്ളൂ.
അതാണ് ഈ മനപ്പുറത്ത് എന്ന് പറയുന്നത്. ആനി എന്നെ കാണണമെന്ന് വിചാരിച്ചു, ഞാൻ വന്നു. ടോണി മുരളീധരൻ നായരെ അറിയോ? ഏത് മുരളീധരൻ നായര്? കസ്റ്റംസിലെ. കസ്റ്റംസിലെ? ഓ കസ്റ്റംസിലെ മുരളീധരൻ നായര്. അറിയാം. ഡാഡിയുടെ സുഹൃത്താ. ഞാൻ പിന്നെ എപ്പോഴും ഫീൽഡ് വർക്കിലാണല്ലോ. ഈ കള്ളക്കടത്തുകാരുടെ ശല്യം ഉണ്ടേ, അതുകൊണ്ട് എപ്പോഴും കെയർഫുൾ ആയിരിക്കണം. ആനി നടന്നോളൂ. അല്ല, ഡാഡി ടോണിയെ പരിചയപ്പെടണം പറഞ്ഞിരിക്കുക. അയ്യോ, ഡാഡിയോടൊക്കെ എന്നെ പറ്റി പറഞ്ഞോ? എന്താ പേടിയുണ്ടോ? ഏയ് പേടിയൊന്നുമില്ല, പറഞ്ഞോന്ന് ചോദിച്ചെന്നേ ഉള്ളൂ. പറഞ്ഞു. ഇനി കാണുമ്പോ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞിരിക്കുക എന്നോട്. അയ്യോ, അതൊക്കെ ഇനി ഒരു ദിവസം ആവാം. മാത്രമല്ല ഞാൻ ഒഫീഷ്യലായിട്ട് കുറച്ച് ബിസിയാണ്. ഒഴി കിട്ടുമ്പോൾ ഞാൻ അങ്ങോട്ട് ഫോൺ ചെയ്യാം, എന്നിട്ട് വരാം. ഇപ്പൊ ഞാൻ മറ്റേ വാ. അല്ലെങ്കിൽ എന്തിനാ പിന്നീടാക്കുന്നത്? ഇപ്പൊ തന്നെ ഡാഡിയെ കണ്ടുകളെ. കയറിയാ മലെ. പോണ്ട, ഇത് ചതിയാ. ഈ പെണ്ണ് മനഃപൂർവ്വം നമ്മളെ ചതിക്കാൻ കൊണ്ടുവന്നിരിക്കുക. വരുന്നേ. വരുന്നിടത്ത് വെച്ച് കാണാം. നീ വാ. ഡാഡി, ഇതാണ് ഞാൻ പറഞ്ഞ ടോണി. ഹലോ. പള്ളിയിൽ വെച്ച് കണ്ടതാ. ഞാൻ ഒരുപാട് നിർബന്ധിച്ചിട്ടാ വന്നത്. നന്നായി. ഞാനും ഒന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഇത് മിസ്റ്റർ മാത്യൂസ്, സിറ്റി പോലീസ് കമ്മീഷണർ. ഐ എം ടോണി ലൂയിസ്. ഇത് ജമാൽ. ഹലോ. മാത്യൂസ് എന്റെ കസിനാ. ഞാൻ ഇറങ്ങാൻ തുടങ്ങുകയായിരുന്നു. ഞങ്ങൾ വന്നോണ്ടല്ലോ. ഒരുപാട് ജോലിയുണ്ട്. നാട്ടിലെ കള്ളന്മാര് കൂടുമ്പോഴാണ് പോലീസുകാർക്ക് ജോലി കൂടുക. സത്യം, ഇപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. ഓ, എന്നാ ഞാൻ ഇറങ്ങട്ടെ. ആ. പോട്ടെ ആനി, പിന്നെ കാണാം. ഇരിക്കും ടോണി. ഹലോ. ഹായ് ടോണി. ആനിയോട് കുറച്ച് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കണമെന്നുണ്ടായിരുന്നു. എന്നിട്ടാണോ തിരക്കുണ്ടെന്ന് പറഞ്ഞ് പെട്ടെന്ന് പൊക്കളഞ്ഞത്? അവിടെ ഡാഡിയുടെ മുമ്പിൽ വെച്ച് എന്ത് സംസാരിക്കാനാ? മാത്രമല്ല ആ ജമാലിന് നല്ല സുഖമില്ലായിരുന്നു. എന്താ ഇത്ര കാര്യമായിട്ട് പറയാനുള്ളത്? പറയാം. നാളെ വൈകുന്നേരം ഫ്രീ ആവോ? ഒരു 5 മണിക്ക്. എവിടെ കാണാമെന്ന് ഞാൻ രാവിലെ വിളിച്ച് പറയാം. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എന്താ പറയാൻ ഇത്ര വിഷമം? ഇന്നലെ ടോണി പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒരുപാട് നേരം സംസാരിച്ചു. ഡാഡിക്ക് ടോണി ശരിക്കും ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടുകൂടിയാണ് ഇനിയും തുറന്നു പറഞ്ഞില്ലെങ്കിൽ തെറ്റാവുമെന്ന് എനിക്ക് തോന്നിയത്. ഒരു പെൺകുട്ടി എന്നെ സ്നേഹിച്ചുകൂടാ. സ്നേഹിക്കപ്പെടാനുള്ള അർഹത എനിക്കില്ല. ടോണി എന്താ ഈ പറയുന്നത്? ടോണി എന്ന പേരെ എനിക്കറിയൂ. എനിക്കിനി ഒരുപാട് പേരുകളുണ്ട്. വാസുദേവൻ, പപ്പൻ, ശങ്കർ, രാമകൃഷ്ണൻ. അങ്ങനെ ഓരോ സന്ദർഭത്തിലും രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ സ്വയം കൽപ്പിക്കുന്ന പേരുകൾ. അതിലൊന്നാണ് ടോണി. ഞാനൊരു കള്ളനാണ് അനി. സത്യം, ശരിക്കും ഒരു കള്ളൻ. ഈ വഴിയിൽ എത്തിപ്പെടുന്നവർക്ക് പറയാനുള്ള ഒരുപാട് ന്യായീകരണങ്ങൾ എനിക്കുമുണ്ട്. അനാഥത്വം, വഞ്ചന, ക്രൂരമായ ഒട്ടേറെ അനുഭവങ്ങൾ. പക്ഷെ അതൊന്നും ഇപ്പൊ പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. അന്ന് രാത്രി പോലീസിന്റെ പിടിയിൽ നിന്ന് ഓടി രക്ഷപ്പെടുമ്പോഴാണ് ആനിയുടെ ബെഡ്റൂമിൽ ഞാൻ എത്തിപ്പെട്ടത്. തൽക്കാലത്തെ രക്ഷയ്ക്ക് വേണ്ടി പറയാവുന്ന കള്ളങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. പാവം ആനി അതൊക്കെ വിശ്വസിച്ചു. ഇനി ഇത് വളരാൻ അനുവദിച്ചുകൂടാ. കണ്ടുമുട്ടുമ്പോഴൊക്കെ ആനിയോട് സ്നേഹം കാണിക്കുന്ന എന്തിനാണെന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഒരു പെൺകുട്ടിയുടെ സ്നേഹം അറിയാതെ എൻ്റെ മനസ്സ് ആഗ്രഹിച്ചിരിക്കും. ആനി നല്ല കുട്ടിയാണ്. സ്വഭാവ ഗുണവും സൗന്ദര്യമുള്ള ഒരു ചെറുപ്പക്കാരനെ ഭർത്താവായി കിട്ടാൻ ഞാൻ പ്രാർത്ഥിക്കാം. ഞാനുമായിട്ടുള്ള പരിചയം വെറും ഒരു കടങ്കഥയായിട്ട് കരുതിയാൽ മതി. കല്യാണം കഴിഞ്ഞ് കുഞ്ഞുങ്ങളൊക്കെ ആവുമ്പോൾ അവർക്കൊരു കഥ പറഞ്ഞു കൊടുക്കാം. അമ്മ ഒരു കള്ളനെ പരിചയപ്പെട്ട കഥ. മുമ്പ് പറഞ്ഞ കള്ളങ്ങൾക്കും ഇപ്പൊ പറയുന്ന ഈ സത്യത്തിനും ആനി എനിക്ക് മാപ്പ് തരണം. ഇനി ഒരിക്കലും കണ്ടുമുട്ടാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാം.